വെൽക്കം ബാക്ക് ടു കുറുമ്പീസ് വേൾഡ്. ഞാൻ വീണ്ടും വന്നേ. ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് വന്നിരിക്കുന്നത് എൻ്റെ അനിയത്തിയുടെ അച്ഛമ്മയുടെ ആണ് കേട്ടോ. ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ ഫ്രൈ ആയിട്ടാണ്. 200 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഒരു സവോള, ഒരു പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു തണ്ട് വേപ്പില, വേവില്ല, മല്ലിയില, കുറച്ച് മല്ലിയില, ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനുശേഷം കുക്കർ അടച്ച് സ്റ്റൗവിൽ വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് നമുക്ക് വറ്റിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഇതിൻ്റെ അകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം വറ്റിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കുക്കർ മാറ്റി വയ്ക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ. ഞങ്ങളുടെ മറ്റ് വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചെമ്മീൻ പാനിലേക്ക് മാറ്റാം. ചെമ്മീൻ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് മാത്രം വറുത്താൽ മതി. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എടുത്ത് വറക്കാം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. ചെമ്മീൻ നന്നായി മൊരിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സർവ് ചെയ്യാം. ആ തക്കാളിയുടെയും സവാളയുടെയും നല്ല ഫ്ലേവർ വരും, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ബായ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ബായ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.